സിക്സറുകളുടെ കരുത്തിൽ ഹിറ്റ്മാൻ റിട്ടേൺസ്. അവസാന പന്തുവരെ ആവേശം നിറച്ച ഇന്ത്യ അഫ്ഗാൻ മത്സരത്തിൽ ഇന്ത്യൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ ഗംഭീര തിരിച്ചുവരവ്. ജയിക്കുമെന്നുറപ്പാക്കിയ മത്സരം അവസാന നിമിഷം ആശങ്ക നിറച്ച് സൂപ്പർ ഓവറിലേക്ക്. സൂപ്പർ ഓവറിലും സമനില. രണ്ടാം സൂപ്പർ ഓവറിൽ ഇന്ത്യക്ക് മിന്നുന്ന ജയം. അഫ്ഗാനെതിരെ 3 മത്സരങ്ങളിലും വിജയിച്ച് ഇന്ത്യ പരമ്പര നേട്ടം രാജകീയമാക്കി. മത്സരത്തിലുടനീളം സൂപ്പർ സിക്സറുകളുമായി നിറഞ്ഞാടിയ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ പ്രകടനത്തിനാണ് ഇന്ത്യൻ അഫ്ഗാൻ മത്സരം സാക്ഷിയായത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ തുടക്കത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 22 റൺസ് എന്ന തകർന്ന നിലയിലായിരുന്നു. പിന്നീട് രോഹിത് ശർമ്മയും റിങ്കു സിംഗും ചേർന്നാണ് ഇന്ത്യയെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 212 എന്ന മികച്ച സ്കോറിലെത്തിച്ചത്. 69 പന്തിൽ 8 സിക്സറുകളുടെയും 11 ഫോറുകളുടെയും അകമ്പടിയോടെ പുറത്താകാതെ 121 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചെടുത്തത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിറം മങ്ങിയ രോഹിത് ശർമ്മയുടെ ഗംഭീര തിരിച്ചുവരവിനാണ് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷിയായത്. 2020 ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ത്യ നേടിയ മികച്ച സ്കോർ ടീമിന് ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. 213 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ അഫ്ഗാന് മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ റഹ്മാനുള്ള ഗുർബസും ഇബ്രാഹിം സദ്റാനും നൽകിയത്. സ്കോർ 93-ലെത്തിയപ്പോഴാണ് ആദ്യ വിക്കറ്റ് വീഴുന്നത്. തൊട്ടു പിന്നാലെ 2 വിക്കറ്റുകൾ കൂടി വീണെങ്കിലും നാലാമനായി വന്ന മുഹമ്മദ് നബിയെ കൂട്ടുപിടിച്ച് ഗുൽബാദിൻ നയിബ് സ്കോർ ഉയർത്തി. 23 പന്തിൽ 4 ഫോറും 4 സിക്സറും ഉൾപ്പെടെ 55 റൺസ് നേടിയ നയിബാണ് അഫ്ഗാന്റെ ടോപ്പ് സ്കോറർ. അവസാന ഓവറിൽ ജയിക്കാനായി അഫ്ഗാന് വേണ്ടത് 19 റൺസ്. മുകേഷ് കുമാറിന്റെ അവസാന ഓവറിൽ അഫ്ഗാൻ 18 റൺസ് എടുത്തതോടെ മത്സരം സമനിലയിലെത്തി. അതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടത്. ആദ്യ സൂപ്പർ ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 16 റൺസ് അഫ്ഗാൻ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും 16 റൺസ് നേടി. അതോടെ സൂപ്പർ ഓവറും സമനിലയിലായി. രണ്ടാം സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയ മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 11 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ അഫ്ഗാന് കഴിഞ്ഞില്ല. 2 വിക്കറ്റ് നഷ്ടമായ അഫ്ഗാന് 1 റൺസ് മാത്രമേ എടുക്കാനായുള്ളൂ. അതോടെ ഇന്ത്യ 10 റൺസിന് വിജയിച്ചു. മത്സരം ആവേശകരമായിരുന്നെങ്കിലും രണ്ടാം സൂപ്പർ ഓവറിൽ രോഹിത് ശർമ്മ ഇറങ്ങിയത് വിവാദത്തിന് വഴിവെച്ചു. ആദ്യ സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 16 റൺസാണ് നേടിയത്. 17 റൺസ് പിന്തുടർന്ന ഇന്ത്യ ആദ്യ 5 പന്തിൽ തന്നെ 15 റൺസ് നേടിയിരുന്നു. അവസാന പന്തിൽ 2 റൺസ് നേടിയാൽ ജയിക്കാമായിരുന്നു. ഈ സമയത്താണ് ക്ഷീണിതനായ രോഹിത് കളിക്കളം വിട്ടത്. വിക്കറ്റിനിടയിലെ ഓട്ടത്തിൽ മികച്ച റിങ്കു സിംഗിനെ അവസാന പന്തിലിറക്കിയ രോഹിതിന്റെ തീരുമാനം തന്ത്രപരമെന്ന് വിലയിരുത്തപ്പെട്ടു. എന്നാൽ 1 റൺസ് മാത്രമെടുത്തതോടെ അടുത്ത സൂപ്പർ ഓവറിലേക്ക് മത്സരം നീളുകയായിരുന്നു. ഈ സമയം രണ്ടാമതും രോഹിത് ശർമ്മ ക്രീസിലേക്ക് വരാൻ തുടങ്ങിയതോടെ പ്രതിഷേധവുമായി അഫ്ഗാൻ താരങ്ങളും പരിശീലകനും രംഗത്തെത്തി. രോഹിത് ഒരു തവണ റിട്ടയർഡ് ഔട്ടായതാണെന്ന് അഫ്ഗാൻ താരങ്ങൾ വാദിച്ചെങ്കിലും രോഹിതിനെ വീണ്ടും ബാറ്റ് ചെയ്യാൻ അമ്പയർമാർ അനുവദിക്കുകയായിരുന്നു. സൂപ്പർ ഓവറിൽ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി രോഹിത് ഇന്ത്യക്ക് മികച്ച വിജയം സമ്മാനിക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, യു ടോക്ക്.